സൂര്യനും സൂര്യനെ വലംബിക്കുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും എല്ലാം നിറഞ്ഞ സമൂഹമാണ് നമ്മുടെ സൗരയൂഥം. നമ്മുടെ സൂര്യനെ പോലെയും സൂര്യനേക്കാൾ ചെറുതും വലുതുമായ 40,000 കോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന, നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനേക്കാളും ഒരുപാട് വലിപ്പം കൂടിയ വലിയ സമൂഹമാണ് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ എന്ന ആകാശഗംഗ. ആകാശഗംഗയുടെ ഇരട്ടിയിലും കൂടുതൽ വലിപ്പമുള്ള, രാത്രിയിൽ ആകാശത്ത് കാണുവാൻ സാധിക്കുന്ന ആൻഡ്രോമിഡ എന്ന ഒരു ഭീകര ഗാലക്സി സെക്കൻഡിൽ 113 കിലോമീറ്റർ വേഗതയിൽ മിൽക്കി വേയുടെ നേരെ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിലൂടെ നാളുകളായി നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് ആൻഡ്രോമിഡ ഗാലക്സി മിൽക്കി വേയിൽ വന്നിടിക്കും എന്നാണ്. എങ്ങനെയായിരിക്കും ആ കൂട്ടിയിടി നടക്കുന്നത്? ഇത് സംഭവിക്കുവാൻ ഇനി എത്രത്തോളം കാലങ്ങളെടുക്കും? ലോക്കൽ ഗ്രൂപ്പിലെ വലിയ 2 ഗാലക്സികൾക്കുള്ളിലുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ തമ്മിലുള്ള ഈ കൂട്ടിയിടിയിൽ നമ്മുടെ സൂര്യനും സൗരയൂഥവും ഇല്ലാതാകുമോ? ഇതായിരിക്കുമോ ലോകാവസാനം? മിൽക്കി വേ പിറവിയെടുത്തിട്ട് ഏകദേശം 1350 കോടി വർഷങ്ങൾ കഴിഞ്ഞു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് മറ്റു ഗാലക്സികളെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മുടെ ഗാലക്സിക്ക് വളരെ പ്രായം കൂടുതലാണ്. ഈ നീണ്ട കാലഘട്ടത്തിനിടയിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. ഒരു വർഷത്തിൽ ശരാശരി 2 നക്ഷത്രങ്ങളെങ്കിലും ജനിക്കുകയും 5 നക്ഷത്രങ്ങളെങ്കിലും സൂപ്പർനോവ സംഭവിച്ച് ഇല്ലാതാവുകയും ചെയ്യാറുണ്ട്. നമ്മുടെ ഈ മിൽക്കി വേയിൽ 40,000 കോടി നക്ഷത്രങ്ങളെങ്കിലും ഉണ്ടാകാം എന്നാണ് പറയുന്നത്. അപ്പോൾ മിൽക്കി വേ എത്രമാത്രം വലുതായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ മിൽക്കി വേയുടെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്കുള്ള ദൂരം 1,00,000 പ്രകാശവർഷമാണ്. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന ഈ പ്രകാശം 1,00,000 വർഷങ്ങൾ സഞ്ചരിക്കുന്ന ദൂരം. അതായത് പ്രകാശത്തിൻ്റെ വേഗതയിൽ നമ്മൾ സഞ്ചരിക്കുകയാണ് എങ്കിൽ മിൽക്കി വേയുടെ അറ്റത്തെത്തിച്ചേരുവാൻ 1,00,000 വർഷങ്ങൾ കഴിയണം. ഇത്രത്തോളം വ്യാസമുള്ള ഈ മിൽക്കി വേയുടെ കട്ടി 1000 പ്രകാശവർഷം മാത്രമാണ്. അപ്പോൾ ഇത്രത്തോളം വലിപ്പമുള്ള ഈ മിൽക്കി വേയിൽ നമ്മൾ എവിടെയായിരിക്കും ജീവിക്കുന്നത്? മിൽക്കി വേ എന്ന ഈ ഗാലക്സി ഒരു സ്പൈറൽ രൂപത്തിലുള്ളതാണ്. ആകെ 4 തരത്തിലുള്ള ഗാലക്സികളാണ് നമ്മൾ ഇന്നേ വരെ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് എലിപ്റ്റിക്കൽ ഗാലക്സി. ഇത്തരം ഗാലക്സികൾക്ക് എലിപ്റ്റിക്കൽ ഷേപ്പായിരിക്കും. രണ്ടാമത്തേത് ലെൻറ്റിക്കുലർ ഗാലക്സികൾ. വലിയ മധ്യഭാഗത്തിന് ചുറ്റും പൊടിപടലങ്ങളും വാതകങ്ങളുമെല്ലാം വൃത്താകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഗാലക്സികളാണ് ഇവ. മൂന്നാമത്തെ ഗാലക്സികൾ പ്രത്യേകിച്ച് ഒരു ഷേപ്പുമില്ലാത്ത ഗാലക്സികളാണ്. അത്തരം ഗാലക്സികളെ ഇറഗുലർ ഗാലക്സികൾ എന്നാണ് വിളിക്കുന്നത്. അടുത്തത് സ്പൈറൽ ഗാലക്സികളാണ്. ഇത്തരം ഗാലക്സികളുടെ മധ്യഭാഗത്തിന് വളരെ കട്ടി കൂടുതലാണ്. ആ കട്ടി കൂടിയ മധ്യഭാഗത്തിന് ചുറ്റും ചക്രങ്ങൾ ചുറ്റിക്കിടക്കുന്നത് പോലെയാണ് ഇവയുടെ ഷേപ്പ്. ഇങ്ങനെ ഒരു ഷേപ്പ് കൊണ്ടാണ് ഇത്തരം ഗാലക്സികളെ സ്പൈറൽ ഗാലക്സികൾ എന്ന് പറയുന്നത്. നമ്മുടെ മിൽക്കി വേ ഗാലക്സി ഒരു സ്പൈറൽ ഗാലക്സിയാണ്. മിൽക്കി വേയുടെ മധ്യഭാഗത്ത് മാത്രം ഏകദേശം 3000 കോടിയോളം നക്ഷത്രങ്ങളാണ് കൂട്ടമായി സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്രങ്ങളെ കൂടാതെ ധാരാളം ഗ്രഹങ്ങളും ബ്ലാക്ക് ഹോളുകളും ന്യൂട്രോൺ സ്റ്റാറുകളും പൊടിപടലങ്ങളും വാതകങ്ങളും എല്ലാം മിൽക്കി വേയുടെ മധ്യഭാഗത്തുണ്ട്. സ്പൈറൽ ആകൃതിയോടുകൂടിയ നമ്മുടെ മിൽക്കി വേയ്ക്ക് ആകെ 4 കൈകളാണുള്ളത്. മറ്റു ഭാഗങ്ങളെ എല്ലാം അപേക്ഷിച്ച് മിൽക്കി വേയുടെ ഈ 4 കൈകളിലുമാണ് കൂടുതൽ നക്ഷത്രങ്ങളെയും അവയെ ചുറ്റിക്കറങ്ങുന്ന ഗ്രഹങ്ങളെയും കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ഉള്ളിലായി കാണുന്ന ഒന്നാമത്തെ കൈയുടെ പേര് നോർമ ആം, രണ്ടാമത്തേത് സ്ക്യൂറ്റം സെൻറ്റോറസ് ആം, മൂന്നാമത്തേത് സജിറ്റോറിയസ് ആം, നാലാമത്തേത് പേർസിയസ് ആം. സജിറ്റോറിയസ് ആം എന്ന മൂന്നാമത്തെ കൈയിലാണ് നമ്മുടെ സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത്. മിൽക്കി വേയിലെ ചെറിയ നക്ഷത്രങ്ങളിൽ ഒന്നായ സൂര്യന് ചുറ്റുമാണ് നമ്മൾ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മിൽക്കി വേയുടെ വലിപ്പം വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയുടെ വലിപ്പം എന്നത് ഒരു മണൽത്തരിയുടെ അത്രയും പോലുമില്ല. മിൽക്കി വേയുടെ കൃത്യം മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ്, സജിറ്റേരിയസ് എ സ്റ്റാർ. ഇവൻ ഹൊറൈസോൺ ടെലസ്കോപ്പുകളുടെ സഹായത്തോടെ 2017 പകർത്തിയ സജിറ്റേരിയസ് എ സ്റ്റാർ എന്ന ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ബ്ലാക്ക് ഹോളിൻ്റെ മാസിനെയും വലിപ്പത്തെയും കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല. ഏകദേശം 4.5 കോടി കിലോമീറ്ററോളമാണ് ഇതിൻ്റെ വ്യാസം. കൂടാതെ നമ്മുടെ സൂര്യനേക്കാളും 41 ലക്ഷം ഇരട്ടിയാണ് ഇതിൻ്റെ മാസ്. ഈ ബ്ലാക്ക് ഹോളിൻ്റെ ചുറ്റിലുമായി കോടാനുകോടി നക്ഷത്രങ്ങൾ പ്രകാശിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് മിൽക്കി വേയുടെ മധ്യഭാഗത്ത് വലിയ പ്രകാശം കാണാൻ സാധിക്കുന്നത്.
നമ്മുടെ സൗരയൂഥത്തിൽ നിന്നും 25,000 പ്രകാശവർഷങ്ങൾക്കപ്പുറത്താണ് മിൽക്കി വേയുടെ മധ്യഭാഗം സ്ഥിതി ചെയ്യുന്നത്. 30-ലും അധികം വ്യത്യസ്തങ്ങളായ ഗാലക്സികളുള്ള ദ ലോക്കൽ ഗ്രൂപ്പ് എന്ന ഗാലക്സി കൂട്ടത്തിലാണ് നമ്മുടെ മിൽക്കി വേ ഉള്ളത് എന്ന് ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഗാലക്സി കൂട്ടത്തിലെ ഏറ്റവും വലിയ ഗാലക്സി നമ്മുടെ അയൽക്കാരൻ കൂടിയായ മിൽക്കി വേയേക്കാൾ ഇരട്ടി വലിപ്പമുള്ള ആൻഡ്രോമെഡ ഗാലക്സിയാണ്. അതിൽ 2ാം സ്ഥാനം നമ്മുടെ ഗാലക്സിക്ക് തന്നെയാണ്. ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ നക്ഷത്രക്കൂട്ടങ്ങളാണ്. ഈ ഗ്രഹങ്ങളെല്ലാം സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നത് പോലെ നമ്മുടെ ഗാലക്സിക്ക് ചുറ്റും കൊച്ചു ഗാലക്സികൾ വലം വയ്ക്കാറുണ്ട്. അങ്ങനെ വലം വയ്ക്കുന്ന ആ ചെറിയ ഗാലക്സികളെ പറയുന്നത് സാറ്റലൈറ്റ് ഗാലക്സികൾ എന്നാണ്. ഈ ഗാലക്സികളുടെ ഗുരുത്വാകർഷണ ബലം മിൽക്കി വേയുടെ ആകൃതിയെ പോലും ബാധിക്കുന്നുണ്ട്. ഈ കൊച്ചു ഗാലക്സികളിൽ പലതിനെയും കാലങ്ങൾ കഴിയുന്തോറും മിൽക്കി വേ വിഴുങ്ങി തൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാലങ്ങൾ കഴിയുന്തോറും മിൽക്കി വേ വികസിച്ചുകൊണ്ടിരിക്കുന്നു. അവയിൽ ഏറ്റവും വലിയ 2 ഗാലക്സികളാണ് ലാർജ് മെഗലനിക് ക്ലൗഡ്സും സ്മോൾ മെഗലനിക് ക്ലൗഡ്സും. മിൽക്കി വേ ഉൾക്കൊള്ളുന്ന ഈ ലോക്കൽ ഗ്രൂപ്പിന് ഏകദേശം 1 കോടി പ്രകാശവർഷം വരെ വ്യാസമുണ്ട്. ബഹിരാകാശത്തുള്ള ചെറുതും വലുതുമായ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, വാതകങ്ങൾ, ഉൽക്കകൾ, പൊടിപടലങ്ങൾ, അങ്ങനെ സകല വസ്തുക്കളും നിലയ്ക്കാതെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നത് പോലെ സൂര്യനടക്കം സൗരയൂഥം മുഴുവനും മിൽക്കി വേയുടെ മധ്യഭാഗത്തെ കേന്ദ്രമാക്കി മിൽക്കി വേയ്ക്ക് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ 8 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് നമ്മളും സൂര്യനും സൗരയൂഥം മുഴുവനും മിൽക്കി വേയെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. 1 ലക്ഷം പ്രകാശവർഷം വ്യാസമുള്ള ഈ മിൽക്കി വേയെ ഒരു വട്ടം ചുറ്റിവരാൻ സൗരയൂഥത്തിന് ഏകദേശം 25 കോടി വർഷങ്ങളെടുക്കും. അതായത് ഭൂമിയിൽ മനുഷ്യൻ രൂപം കൊണ്ടതിൽ പിന്നെ ഒരു വട്ടം മിൽക്കി വേയെ ഭ്രമണം ചെയ്തു തീർക്കാൻ സൗരയൂഥത്തിന് സാധിച്ചിട്ടേയില്ല. ബഹിരാകാശത്തെ എല്ലാ വസ്തുക്കളും നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മിൽക്കി വേയും സഞ്ചരിക്കേണ്ടതല്ലേ? നമ്മുടെ സൗരയൂഥത്തെ പോലെ തന്നെ മിൽക്കി വേ ഗാലക്സിയും ബഹിരാകാശത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ ഏകദേശം 21 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ 5 കോടി പ്രകാശവർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഗാലക്സി കൂട്ടത്തിന് നേരെയാണ് മിൽക്കി വേ സഞ്ചരിക്കുന്നത്. എന്നാൽ ഈ സഞ്ചാരപാതയിൽ 25 ലക്ഷം പ്രകാശവർഷങ്ങൾക്കപ്പുറം നിന്നും മിൽക്കി വേയുടെ എതിർദിശയിൽ ഇരട്ടിയിലും കൂടുതൽ വലിപ്പമുള്ള മറ്റൊരു ഭീകര ഗാലക്സിയാണ് കടന്നു വരുന്നത്. ആൻഡ്രോമെഡ ഗാലക്സി. ചന്ദ്രനില്ലാത്ത രാത്രികളിൽ നമ്മുടെ ആകാശത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണുവാൻ സാധിക്കുന്ന മനോഹരമായ ഗാലക്സിയാണിത്. ആകാശഗംഗ ഉൾക്കൊള്ളുന്ന ലോക്കൽ ഗ്രൂപ്പിലെ ഏറ്റവും വലിപ്പമുള്ള ഗാലക്സിയാണ് ആൻഡ്രോമെഡ. ഭൂമിയിൽ നിന്നും ഏകദേശം 25 ലക്ഷം പ്രകാശവർഷങ്ങൾക്ക് അകലെയാണ് ഈ ഗാലക്സി സ്ഥിതി ചെയ്യുന്നത്. വലിപ്പം നോക്കുകയാണെങ്കിൽ ഈ ഗാലക്സിക്ക് 2 കോടി പ്രകാശവർഷത്തിലും കൂടുതൽ വ്യാസമുണ്ട്. അതായത് 1 ലക്ഷം പ്രകാശവർഷം വ്യാസമുള്ള നമ്മുടെ ഗാലക്സിയുടെ ഇരട്ടിയിലും കൂടുതൽ വലിപ്പം. ഇതിനുള്ളിൽ ഏകദേശം 1 ട്രില്യൺ അഥവാ 1 ലക്ഷം കോടി നക്ഷത്രങ്ങളെങ്കിലുമുണ്ട്. നക്ഷത്രങ്ങളുടെ എണ്ണം വെച്ച് നോക്കിയാലും നമ്മുടെ ഗാലക്സിയിൽ ഉള്ളതിൻ്റെ ഇരട്ടിയിലും കൂടുതൽ നക്ഷത്രങ്ങളുണ്ട്. ആൻഡ്രോമിഡയും നമ്മുടെ ആകാശഗംഗയെ പോലെ തന്നെ ഒരു സ്പൈറൽ ഗാലക്സിയാണ്. മിൽക്കി വേയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ഗാലക്സിയിൽ നിലനിൽക്കുന്ന നക്ഷത്രങ്ങളെക്കാൾ വലിപ്പവും മാസും കുറഞ്ഞ നക്ഷത്രങ്ങളാണ് ആൻഡ്രോമെഡ ഗാലക്സിയിൽ കൂടുതലായിട്ടുമുള്ളത്. നമ്മുടെ ഗാലക്സിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സജിറ്റേരിയസ് എ സ്റ്റാർ എന്ന സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളിനെ പോലെ തന്നെ ആൻഡ്രോമെഡയുടെ നടുവിലും വലിയൊരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളാണുള്ളത്. ആ ബ്ലാക്ക് ഹോളിന് നമ്മുടെ സൂര്യൻ്റെ 11 കോടി മടങ്ങ് മാസുണ്ടാകും. നമ്മുടെ ഗാലക്സിക്ക് ചുറ്റിലും കാണപ്പെടുന്നത് പോലെ തന്നെ ആൻഡ്രോമെഡയുടെ ചുറ്റിലും ചെറിയ ചെറിയ സാറ്റലൈറ്റ് ഗാലക്സികളുണ്ട്. ഇവയിൽ 40ഓളം സാറ്റലൈറ്റ് ഗാലക്സികളെ നാളിതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുമുണ്ട്. M32, M110 എന്നീ 2 സാറ്റലൈറ്റ് ഗാലക്സികളാണ് ഇവയിൽ ഏറ്റവും വലിപ്പമുള്ളത്. നമ്മുടെ ഗാലക്സിയെ പോലെ തന്നെ അതിമനോഹരമായൊരു ഗാലക്സിയാണ് ആൻഡ്രോമെഡയും. മിൽക്കി വേയിൽ നിന്നും 25 ലക്ഷം പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ആൻഡ്രോമെഡ നമ്മുടെ ഗാലക്സിയുടെ നേരെ സെക്കൻഡിൽ 113 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞു വരികയാണ്. ഇത്രത്തോളം വേഗതയിൽ 25 ലക്ഷം പ്രകാശവർഷങ്ങൾ സഞ്ചരിച്ച് ഇത് നമ്മുടെ സമീപത്തെത്തുമ്പോഴേക്കും ഭൂമിയിലെ ഒരുപാട് വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും. അതായത് കോടിക്കണക്കിന് വർഷങ്ങൾ. പ്രപഞ്ചത്തിൽ നിരന്തരം വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗാലക്സികൾ തമ്മിൽ കൂട്ടിമുട്ടുകയും മറ്റു ഗാലക്സികളുടെ ആകൃതിയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് തൊട്ട് സമീപത്തുകൂടെ കടന്നു പോവുകയും ചെയ്യാറുണ്ട്. പല ഗാലക്സികളും കൂടിച്ചേർന്ന് ഒരുപാട് വലിപ്പമുള്ള മറ്റൊരു പുതിയ ഗാലക്സിയായി മാറുകയും ചെയ്യും. ഇതെല്ലാം കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതായത് ഇന്ന് രാത്രി നമ്മുടെ ആകാശത്ത്
വളരെ മങ്ങിയ ഒരു നക്ഷത്രത്തെ പോലെ തോന്നിക്കുന്ന ഈ ആൻഡ്രോമേഡ ഗാലക്സി ഇനിയും ഓരോ 100 കോടി വർഷങ്ങൾ കഴിയുന്തോറും വലിപ്പം കൂടിക്കൂടി വരികയും ഏകദേശം 500 കോടി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഈ ആൻഡ്രോമേഡയും മിൽക്കി വേയും തമ്മിൽ ഒന്നിക്കാൻ തുടങ്ങുകയും ചെയ്യും. ആ സമയത്ത് നമ്മുടെ ആകാശത്ത് നിറയെ അത്ഭുതകരമായ കാഴ്ചകൾ മാത്രമായിരിക്കും. ഏകദേശം 450 കോടി വർഷങ്ങൾ കഴിയുമ്പോഴേക്കുമാണ് ഈ 2 ഗാലക്സികളും കൂടിച്ചേരാൻ തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. 2 ഗാലക്സികളും തമ്മിൽ കൂടിച്ചേരാൻ തുടങ്ങി വീണ്ടും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാണ് അവ ഒറ്റ ഗാലക്സിയായി തീരുന്നത്. അപ്പോഴാണ് ആ വലിയ കൂട്ടിയിടി പൂർണ്ണമാകുന്നത്. ഈ ഒരു കൂട്ടിയിടിയിൽ ചെറിയ ഗാലക്സിയായ നമ്മുടെ ആകാശഗംഗയ്ക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഇതിൻ്റെ ആഘാതത്തിൽ നമ്മുടെ സൗരയൂഥം പരിപൂർണമായും നശിച്ചു പോകുമോ? എത്രമാത്രം ഭീകരമായിരിക്കും ഈ കൂട്ടിയിടി എന്ന് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു കൂട്ടിയിടി അല്ല. 2 ഗാലക്സികളും കൂടിച്ചേർന്ന് മറ്റൊരു വലിയ ഗാലക്സിയായി മാറുകയാണ്. അതായത് 40,000 കോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ ആകാശഗംഗയും 1,00,000 കോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ആൻഡ്രോമേഡ ഗാലക്സിയും കൂടിച്ചേർന്ന് ഒരു വലിയ ഗാലക്സിയായി മാറും. ഈ 2 ഗാലക്സികളിലുമുള്ള നക്ഷത്രങ്ങൾ പരസ്പരം കൂട്ടിമുട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അത്രമാത്രം വലുതാണ്. നമ്മുടെ സൂര്യൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം പ്രോക്സിമ സെൻറ്റോറി ആണെന്ന് നമുക്കറിയാം. സൂര്യനും പ്രോക്സിമ സെൻറ്റോറിയും തമ്മിലുള്ള അകലം 4 പ്രകാശവർഷങ്ങളാണ്. അതായത് പ്രകാശം 4 വർഷങ്ങൾ സഞ്ചരിക്കുന്ന അത്രത്തോളം ദൂരം. ആകാശഗംഗയുടെ മധ്യഭാഗത്ത് കൂട്ടമായി സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങൾ തമ്മിലാണ് ദൂരക്കുറവ്. അവയിൽ ഏറ്റവും കുറഞ്ഞ ദൂരം 5 ലക്ഷം കോടി കിലോമീറ്റർ വരെയാണ്. ഏറ്റവും കുറഞ്ഞത് ഇത്ര അകലത്തിലെങ്കിലുമാണ് 2 ഗാലക്സിയിലുമുള്ള നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗാലക്സികൾ തമ്മിൽ കൂടിച്ചേർന്ന് കഴിയുമ്പോൾ നക്ഷത്രങ്ങൾ കൂട്ടിമുട്ടാനുള്ള സാധ്യതകൾ തീരെ കുറവാണ്. അതുകൊണ്ട് 2 ഗാലക്സികൾ കൂട്ടിമുട്ടുമ്പോൾ അവ നശിക്കുകയല്ല ചെയ്യുന്നത്. അവ കൂടിച്ചേർന്ന് വലിയ ഗാലക്സിയായി മാറുകയാണ്. 2 സ്പൈറൽ ഗാലക്സികൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവയുടെ ഡിസ്കുകളിലുള്ള ഹൈഡ്രജൻ കംപ്രസ്ഡ് ചെയ്യപ്പെടുകയും അവിടെ പുതിയ ധാരാളം നക്ഷത്രങ്ങളും അവയ്ക്ക് ചുറ്റിലുമായി പുതിയ ഗ്രഹങ്ങളും രൂപപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സൂര്യനും ഭൂമിക്കും സൗരയൂഥത്തിനും ഒന്നും ഈ ഒരു കൂട്ടിയിടി മൂലം ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് പറയാം. എന്നാൽ ഇത് സംഭവിക്കുന്നതിനേക്കാളും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമിയിൽ ജീവൻ ഇല്ലാതാകും. ഒരുപക്ഷെ ഭൂമി തന്നെ ഇല്ലാതാകും. ഇന്ന് തൻ്റെ ജീവിതചക്രത്തിലെ മെയിൻ സീക്വൻസ് എന്ന ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സൂര്യൻ 400 കോടി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ചുവന്ന ഭീമൻ നക്ഷത്രമായി മാറും. അന്ന് ഭൂമി മുഴുവൻ വറ്റി വരണ്ടു പോകും. പിന്നീട് സൂര്യൻ ഭൂമിയെ വിഴുങ്ങുകയും ചെയ്യും. ആകാശഗംഗയുടെ മധ്യഭാഗത്ത് സജിറ്റേരിയസ് എ സ്റ്റാർ എന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ആൻഡ്രോമേഡ ഗാലക്സിയുടെ മധ്യഭാഗത്തും അതിഭീകരമായ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുമുണ്ട്. ഈ 2 ഗാലക്സികളും കൂടിച്ചേരുന്ന സമയത്ത് അവയുടെ മധ്യത്തിലുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ കൂടിച്ചേർന്ന് അതിഭീകരമായൊരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളായി തീരും. ഉയർന്ന ഊർജവും അതിശക്തമായ റേഡിയോ വികിരണങ്ങളും പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. നിലവിലുള്ള കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ പ്രവചിക്കപ്പെടുന്ന ചില സാധ്യതകളുണ്ട്. ഈ ഗാലക്സികൾ കൂട്ടിയിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ സൗരയൂഥം ഗാലക്സിയുടെ മധ്യഭാഗത്തു നിന്നും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ദൂരത്തിൻ്റെ 3 ഇരട്ടി ദൂരത്തേക്ക് പുറന്തള്ളപ്പെടുവാൻ 50% സാധ്യതകളുണ്ട്. എന്നാൽ പുതിയ ഗാലക്സി രൂപപ്പെട്ട് കഴിയുമ്പോൾ സൗരയൂഥം ഗാലക്സിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുവാനുള്ള 12% സാധ്യതകളുമുണ്ട്. എന്നാൽ ഇതിൽ എന്ത് തന്നെ സംഭവിച്ചാലും അത് സൗരയൂഥത്തെയോ സൗരയൂഥത്തിൻ്റെ പ്രവർത്തനങ്ങളെയോ ബാധിക്കുകയേയില്ല. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.